നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അധികം ആലോചിക്കാനും ചിന്തിക്കാനുമില്ല. മുന്നണികളായി, സ്ഥാനാർത്ഥികളായി, കക്ഷികളുടെ നിലപാടുകൾ ഒഴിച്ച് എല്ലാമായി, ബാക്കി എല്ലാ കാര്യങ്ങളുമായി. സർവേകൾ പലതരത്തിൽ വരുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ഇലക്ഷൻ സർവേ ഉണ്ട്. ഒന്ന് പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തിക്കൊണ്ട് നടത്തുന്ന സർവേ. പിന്നെ വെറും കേവലം സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മൾ സമീപിക്കുന്ന ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ അതിനൊരു റീസണിങ് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. റീസണിങ് ഇല്ല എന്നുള്ളതിൻ്റെ പല സർവേകൾക്കും റീസണിങ് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പല സർവേകളുടെയും കണ്ടെത്തൽ ഫൈൻഡിങ്സ് വ്യത്യസ്തമാണ്. ചിലപ്പോൾ നേരെ ഭയങ്കരമായ വ്യത്യാസം വരും. ഇപ്പോൾ കൈരളി നടത്തുന്ന സർവേയും, മാതൃഭൂമി നടത്തുന്ന സർവേയും, മനോരമ നടത്തുന്ന സർവേയും, റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന സർവേയും പല തരത്തിലുള്ള റിസൾട്ടായിരിക്കും തരുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരാഴ്ചയായിട്ട് ഇറങ്ങുന്ന സർവേകൾക്കൊരു പ്രത്യേകത, മാധ്യമങ്ങൾ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആരോപണത്തെ ശരിവയ്ക്കുന്നതാണ്. ഇവൻ മാതൃഭൂമിയും മനോരമയും പോലും ഇവിടെയുള്ള വൈഡ് മാർജിൻ LDFനെതിരായിട്ട് അല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ടുള്ള ജനങ്ങളുടെ വ്യാപകമായ അസംതൃപ്തിയുടെ മാഗ്നിറ്റ്യൂഡ് പറയുന്നതിന് പകരം, അസംതൃപ്തി ഇല്ല എന്ന് പറയാനുള്ളത് ധൈര്യം ഇവർക്കില്ല. ജനങ്ങൾക്ക് അസംതൃപ്തി ഇല്ല എന്ന് പറയാനുള്ളത്, അതിന് പകരം ആ അസംതൃപ്തിയുടെ ഡിഗ്രി കുറച്ച് മൃദു പീഡനം എന്നൊക്കെ പറയുന്നത് മൃദു സമീപനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ സർവേ തുടങ്ങുന്നത്. മനോരമയുടെ സർവേയെക്കുറിച്ച് ഇന്ന് ലാസ്റ്റ് വന്നിരിക്കുന്ന മനോരമയുടെ സർവേയാണ്. സാറിൻ്റെ വിലയിരുത്തൽ. എത്ര സീറ്റാണ് പ്രവചിക്കുന്നത് മനോരമ സർവേ? 85 സീറ്റ് വരെ, 69 വോട്ട് 85 സീറ്റ് വരെ പറയുന്നു UDFന്. പിന്നെ LDFന് അതിൻ്റെ ഒന്ന് വോട്ട് 5 വരെ BJPക്ക്. അതിൻ്റെ 57, 58 വരെ, 57, 58 വരെയാണ് ഇവർക്കും പറയുന്നത്. ഇവിടെ മനോരമ സർവേ തന്നെ സത്യമാണെന്ന് തന്നെ വിശ്വസിക്കാം വെറുതെ. പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് 108 മുതൽ 115 സീറ്റ് വരെ UDF നേടും എന്നാണ് കഴിഞ്ഞ ആഴ്ച വരെ ഉള്ളത്. ഏകദേശം 61% ആളുകൾ ഭരണവിരുദ്ധ വികാരമാണുള്ളത്, ഗവൺമെൻറ്റിനെതിരാണ്. അതിൽ പിണറായിക്കെതിരെ ഏറ്റവും അധികം വികാരമുണ്ട്, 70% വരെ എന്നാണ് പറഞ്ഞത്. 70% കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെതിരാണ്. ഭരണവിരുദ്ധ വികാരം 61% ഉള്ളൂ, 9% കൂടും. പിന്നെ മുഖ്യമന്ത്രി ആരാന്നുള്ള ചോദ്യത്തിന് നേരത്തെ VD സതീശൻ 27-28%, ഇപ്പോൾ 38% വരെ ഉയർന്നിരിക്കുകയാണ്. പിണറായി വിജയൻ 17%-ലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. 8% മാത്രമേ ആൾക്ക് രാജീവ് ചന്ദ്രശേഖരനുള്ളൂ. അപ്പം അത് ഇപ്പം നമ്മൾ മനോരമ സർവേനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാം. ഇപ്പോൾ ഇന്ന് വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് എന്താണ്? 2 ഘടകങ്ങൾ കൊണ്ട് UDFന് വൻ മുന്നേറ്റമാണെന്നാണ്. എന്താ അറിയാം, സർവേ വന്നിട്ടില്ല, ഇപ്പം വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ്, ലാസ്റ്റ് ഇപ്പം വന്നതാണ്. അത് വളരെ രഹസ്യമായുള്ള സാധനമാണ്. പിണറായിക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് കാരണം, പത്രക്കാരോട് തട്ടിക്കയറുന്നതിന് കാരണം ഇതാണെന്നുള്ളത് മനസ്സിലാക്കാം. അതായത് FCRA പ്രശ്നം ഇടുത്തി പോലെയാണ് ഇപ്പം BJPക്കും LDFനും വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതിന് LDFന് ഗുണം കിട്ടേണ്ടതാണ്. എന്നാൽ നമുക്കറിയാം, ശബരിമല പ്രശ്നം വന്നപ്പം UDFനാണ് ഗുണം കിട്ടിയത്. മാത്രമല്ല പിന്നെ ലോക്സഭാ ഇലക്ഷനിൽ എപ്പോഴും UDFനാണ് വോട്ട് ചെയ്യുക. CPM അടക്കം പോയി വോട്ട് ചെയ്യുന്നത്. കാരണം CPMക്ക് അവിടെ പോയിട്ട് എന്താ കാര്യം എന്നുള്ളതാണ്. ഈ FCRA കാര്യത്തിൽ കുറച്ചെങ്കിലും LDFന് ഗുണം കിട്ടേണ്ടതിന് പകരം കംപ്ലീറ്റ് UDFന് അനുകൂലമായിട്ട് ഒരു N ബ്ലോക്കായിട്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത്. അതിന് കാരണം അവർ കേരളത്തിലെ എല്ലാ സ്ഥലത്തും BJP MPമാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ പെട്ടെന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, ഇമ്മീഡിയറ്റ് പാർലമെൻറ്റിൽ എത്തണം, കാരണം FCRA പ്രശ്നത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടേണ്ട സമയമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഇൻ്റർവ്യൂവിന് വെച്ചിരുന്ന, ഞാൻ പത്തനംതിട്ടയ്ക്ക് കൂടെ തിരുവനന്തപുരം പോയി അവിടെ ഒരു ഫംഗ്ഷന് പങ്കെടുത്ത് നമ്മുടെ ഈ പിണറായിയുടെ ഭരണകാലത്ത് പീഡനം അനുഭവിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട കള്ളക്കേസ് കുടിക്കുക ആളുകളുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോൾ പത്തനംതിട്ടയിൽ വന്നിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അവിടുത്തെ MPനോട് പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നെ പെട്ടെന്ന് വിളിച്ചു. ഞാൻ ഡൽഹിയിൽ ആൻ്റണി. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, ആ ടൈം ഞാൻ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് മടങ്ങാൻ കാരണം അതാണ്. ഞാൻ പത്തനംതിട്ടയിൽ ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട്, എനിക്ക് ടൈമിന് എത്ര എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഇറങ്ങുകയാണ് ഫംഗ്ഷൻ കഴിയുന്നതിന് മുമ്പ്. പക്ഷേ എനിക്ക് ഓൺ ദ വേ അദ്ദേഹത്തിന് കോൾ വന്നു, ഞങ്ങൾ FCRA പ്രകാരം ആവശ്യത്തിന് പ്രകാരം ഡൽഹിക്ക് പോവുകയാണ്. അതായത് പറന്നിറങ്ങി MPമാരെ ഒരുമിച്ച് കേരളത്തിൽ അവർ പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചു. ഇന്ന് എന്താണ് കാരണം? FCRA പറയുന്നത്, മുമ്പ് നമ്മൾ രാജീവ് ഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി മരണത്തിന് മുമ്പുള്ള വോട്ടെടുപ്പും മരണത്തിന് ശേഷമുള്ള വോട്ടെടുപ്പും,
മരണത്തിന് മുമ്പുള്ള വോട്ടെടുപ്പ് ഇടതുപക്ഷത്തിന് വലിയ ഗുണം കിട്ടി, അതേപോലെ പ്രതിപക്ഷത്തിന് ഗുണം കിട്ടി. പക്ഷെ മരണത്തിന് ശേഷം സ്വീപ്പ് ചെയ്തു. തെക്കേ ഇന്ത്യ കൂടുതൽ ഇതേപോലെയാണ് FCR ഇടുത്തി പോലെ BJP തലയിൽ പതിച്ചിരിക്കുകയാണ്. ഇനി അത് റെക്ടിഫൈ ചെയ്യാൻ CPM ബാധിക്കുന്ന പറയാം. CPM ഇപ്പോൾ ആരോപണം മുണ്ടെടുക്കാത്ത മോദിയാണ് പിണറായി എന്നുള്ള രൂപത്തിൽ കൃത്യമായിട്ട് ഇവിടെ പ്രചരണം എല്ലാ തരത്തിലും അഴിച്ചുവിട്ടിരിക്കുക. അവരുടെ കൂട്ടത്തിലുള്ള CPM പ്രവർത്തകർ തന്നെ. അതുകൊണ്ട് വോട്ട് കംപ്ലീറ്റ് ഈ ഇതിൻ്റെ മുസ്ലിങ്ങളും പിന്നെ ക്രിസ്ത്യാനികളും എൻ ബ്ലോക്കായിട്ട് UDFിലേക്ക് പോവുകയാണ്. വേറൊരു കാര്യം കൂടി എൻ്റെ ഇടയിൽ വന്നിരിക്കുന്നു. ഇത് കൃത്യമായി മനോരമ സർവേയിൽ വന്നില്ല. പിണറായി വിജയൻ്റെ പത്രസമ്മേളനം, കൊല്ലം പത്രസമ്മേളനം, അദ്ദേഹത്തിൻ്റെ ഇമേജ്, LDFിൻ്റെ ഇമേജ് ഒറ്റയടിക്ക് താഴേക്കാണ് പതിച്ചിരിക്കുന്നത്. ആദ്യം VD സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ആളുകൾ കാണുന്നതെങ്കിൽ, രണ്ടാമത്തത് കൊല്ലത്ത് പത്രക്കാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് പച്ചയ്ക്ക് പച്ചയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് അതൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്. ഇത് ഇളിഭനായ അദ്ദേഹത്തിൻ്റെ മറുപടി പോലും ജനങ്ങൾ കാണുകയാണ്. എൻ്റെ സമയം കഴിഞ്ഞു, എന്ത് സമയം കഴിഞ്ഞു, ഉത്തരം പറഞ്ഞിട്ട് വേണ്ട പോകാൻ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഇരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ചോദിച്ചോന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കവർ ചെയ്യായിരുന്നു. എൻ്റെ സമയം കഴിഞ്ഞു. ആരാ പിണറായി? രാജാവ് ഇങ്ങനെ പറയുമോ? സമയം കഴിഞ്ഞെങ്കിൽ പത്രസമ്മേളനം നടത്തണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്ന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കേട്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ അന്തസ്സാണ്. നിങ്ങൾക്ക് മറുപടി പറയാനില്ല. അതാണ് പ്രശ്നം. പിണറായി വിജയന് മറുപടി പറയാനില്ല. കട്ടും മുടിച്ചും തട്ടിപ്പ് നടത്തിയും മാത്രം പരിചയമുള്ള കള്ളം മാത്രം പറയുന്ന പിണറായി വിജയന്, ഏകാധിപതിയായ പിണറായി വിജയന് മാനസിക നില തെറ്റിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളവിടെ കണ്ടത്. കാരണം അദ്ദേഹം കട്ടുമുടിച്ചതല്ല, എല്ലാ പാർട്ടി പ്രവർത്തകരെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയി. അതാണ് V. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. നേതൃത്വത്തോട് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പഠിക്കണം. രക്തസാക്ഷി മണ്ഡലത്തിന്റെ പേരിൽ, ധനരാജന്റെ പേരിൽ ലക്ഷങ്ങൾ പിരിച്ചതിന് കണക്കെവിടെ? നിങ്ങൾ തട്ടിപ്പ് നടത്തിയില്ലേ? മറ്റേ കണക്ക് അങ്ങോട്ട് മാറ്റിയില്ലേ എന്ന് ചോദ്യത്തിന് ഉത്തരമില്ല. ഈ FCR ബില്ല് പാസ്സാക്കി കത്തോലിക്ക സഭയ മിഷണറി പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ നോക്കുമ്പോൾ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് MK വർഗീസ്, പഴയ അവിടുത്തെ മേയർ, BJPയിലേക്ക് പോയ MK വർഗീസ് പകുതി വെച്ചു. ആ വർഗീസ് തിരിച്ചു, MK വർഗീസ് BJPയിൽ നിന്ന് കോൺഗ്രസിൽ തിരിച്ചു വരുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ്. അതൊരു വാർത്തയാണ്. പിന്നെ സുരേഷ് ഗോപിക്ക് നമ്മളെ ലോകസഭ ഇലക്ഷനിൽ ഹൈക്കോടതി തിരിച്ചു അടി കിട്ടിയിരിക്കുന്നു എന്നുകൂടി വന്നതോട് കൂടിയിട്ട് സംഭവം ആകെ മറിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വരെ ഒരു 5 സീറ്റ് വരെയൊക്കെയാണ് BJP വിജയിക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷ പറഞ്ഞിരുന്നത് സർവേയിൽ. പക്ഷേ ഇന്നത്തോടുകൂടി 5 സീറ്റും ഇല്ലാതെയായി. ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ വ്യക്തിപരമായ വോട്ടുകൊണ്ട് ചിലപ്പോൾ വിജയിച്ചേക്കാം. ബാക്കി എല്ലാ സ്ഥലത്തും, കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും BJP വിജയിക്കാൻ യാതൊരു സാധ്യത ഇല്ലാതാക്കി മാറ്റിയിരിക്കുന്നു FCR. രണ്ടാമത് പിണറായി LDFന് ഏതെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ മറ്റേ കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തോടുകൂടി അതും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഒരു ചെറിയ സംശയം, അത് സംശയമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞാലും കുഴപ്പമില്ല, വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും പിണറായി വിജയനെ ഇവിടെ തോൽപ്പിക്കാനായിട്ട് MV ഗോവിന്ദനും TK ഗോവിന്ദനും ഒക്കെ ശ്രമിക്കുന്ന പോലെ തന്നെ മോഡി കേരളത്തിൽ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന BJPക്കാരുണ്ടോ കേന്ദ്രത്തിൽ? അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മോദിയോട് താല്പര്യമുള്ള BJPക്കാരാണ് ഇവിടെയുള്ളത്. പക്ഷെ ഇവിടെ കേന്ദ്രത്തിലുണ്ടാകാം. അതുകൊണ്ടാണ് FCR എത്രയും വലിയ പ്രശ്നം ഈ കത്തിച്ചു വിട്ടത്. 2 ദിവസം കഴിഞ്ഞാണ് മോദി ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ അത് അവിടെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ മോദിക്കല്ലേ തിരിച്ചടി. ഇത് ആസാമിലും ഇവിടെയും തിരിച്ചടിയായി മാറും. ആസാമിൽ ക്രിസ്ത്യൻ മേഖലയുള്ള ആൾക്ക് മുസ്ലിം വോട്ടുള്ള സ്ഥലമാണ്. ഈ രണ്ടും അവിടെ അട്ടിമറിയും. അപ്പോൾ ഈ 2 സ്ഥലത്തും വലിയ തിരിച്ചടി കിട്ടുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ചിലപ്പോൾ അട്ടിമറി നടന്നാൽ, UDF വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മോദിക്കാണ്. FCR കൊണ്ടുവന്ന വകയിൽ ആരാണോ ഇപ്പോൾ FCR അവതരിപ്പിച്ചത് അവർക്ക് ഒന്നാമത്തെ ക്രെഡിറ്റ് കൊടുക്കണം. അല്ല, അത് അവതരിപ്പിക്കുന്ന സമയം ഉണ്ടായിരുന്നല്ലോ, 2 ആഴ്ച കഴിഞ്ഞ്. ഞാൻ കേട്ടത് കേരളത്തിലെ BJP നേതാക്കന്മാർ ഇടപെട്ടിട്ട് പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുന്ന നാളത്തേക്ക് മാറ്റിവെച്ചു. ഇന്ന് ലോകസഭയിലുണ്ടായ ഇളകി മറിയലുണ്ടല്ലോ, കോൺഗ്രസ്സുകാർ ഒരു കടല ഇങ്ങോട്ട് ഇളകി മറിഞ്ഞു വരുന്ന മാതിരിയാണ് പാർലമെന്റ് സ്തംഭിപ്പിച്ചത്. കിരൺ റിജ്ജു ആളാണ് മോഡിക്കെതിരാ. ഏതായാലും ഇവിടെ പിണറായി വിജയനെ തോൽപ്പിക്കാൻ എങ്ങനെ ബ്രിട്ടാസോ കൂടെ ശ്രമിക്കുന്നുണ്ടോ അതുപോലെ അവിടെ മോഡിക്കെതിരായിട്ട് മോഡി ഒരു ഇവിടെ ബ്രിട്ടാസ് മാത്രമൊന്നുമല്ല, P. ജയരാജൻ, MV ജയരാജൻ, പിന്നെ EP ജയരാജൻ. ഞാൻ ചോദിക്കട്ടെ, ഈ MA ബേബി, പിന്നെ ഷംസീർ തലശ്ശേരിയിലൊക്കെ എന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നവര്?
കാരായ രാജൻ ഒരു കേസിലെ പ്രതിയാണ് കാരായ രാജൻ. എങ്ങനെ ധൈര്യം വന്നു ഇവർക്ക് കൊടുക്കാൻ? അപ്പോൾ എന്തായാലും FCRA എന്ന് പറയുന്ന ഒരു സംഭവവും, അതേപോലെ ഇപ്പോൾ വന്നിട്ടുള്ള പിണറായി വിജയന്റെ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് കൊല്ലത്തെ ആ ഒരൊറ്റ പത്രസമ്മേളനം കൊണ്ട് അദ്ദേഹത്തിന് LDFന് അനുകൂലമായ എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കിയിരിക്കുന്നു. 108 മുതൽ 115 സീറ്റ് വരെ UDF നേടുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം BJPക്ക് കിട്ടിയാൽ ഒരു സീറ്റ് കിട്ടാം എന്നുള്ള അവസ്ഥയിലേക്കും മാറിയിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.